നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 752 752. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഇന്ന് ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള ഭക്തിയിൽ 23-ാം സർഗം സംസാരബന്ധമാണ് പറയേണ്ടത്. അപ്പോൾ 22-ാം സർഗത്തിൽ അവസാനത്തെ ശ്ലോകം 26-ാമത്തെ ശ്ലോകമായിരുന്നു. അത് ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയത്. അതുവിധം അവധൂതവാക്കു കേട്ട് അതുല കുതൂഹലം ഉള്ളിലാർന്നുടൻ. ഇന്നലെ അത് വായിക്കുമ്പോൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ കേട്ട് അതുല കുതൂഹലം ഉള്ളിലാർന്നുടൻ യദുനരപതി സർവസംഗവും മതിയിലകന്നു വിളങ്ങി ഭാഗ്യവാൻ എന്നാണ് ശ്ലോകം. ഇനി സംസാരബന്ധം എന്നുള്ള 752-ാമത്തെ എപ്പിസോഡ് 1-ാമത്തെ ശ്ലോകം തുടങ്ങണം. തന്നെത്താൻ ഈ വിധം ബുദ്ധി നേർവഴിക്കു നയിക്കുവാൻ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്താ പ്രാർത്ഥിക്കുക, താൻ എന്താ പ്രാർത്ഥിക്കുക എന്ന് ചോദിക്കും അമ്പലത്തിലേക്ക് പോകുമ്പോൾ. നല്ല വഴി കാണിക്കണേ, നല്ല ബുദ്ധി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുക. നല്ല ബുദ്ധി തരണേ, നല്ല വഴി കാണിക്കണേ, ഇത് രണ്ടും ആയാൽ സ്കൈ ഈസ് ദി ലിമിറ്റ്. അപ്പോൾ തന്നെത്താൻ ഈ വിധം ബുദ്ധി നേർവഴിക്കു നയിക്കുവാൻ ശ്രദ്ധിച്ചുകൊണ്ടും അനുജൻ മുമ്പു ഞാനുര ചെയ്തതിൽ. ശ്രദ്ധിച്ചുകൊണ്ടും അനുജൻ മുമ്പു താനുര ചെയ്തതിൽ അതാതാൾക്കനുയോജിച്ച കീർത്തന ശ്രവണാദിയിൽ. ഓരോരുത്തർക്കും നീതിപൂർവം യോജിച്ച കീർത്തന ശ്രവണാദിയിൽ ഉത്സാഹമാർന്ന് ഈശ്വരനാം എന്നിൽ വിശ്വാസപൂർവകം. ഈശ്വരനാം എന്നിൽ വിശ്വാസപൂർവകം യാതൊന്നും ആഗ്രഹിക്കാതെ. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. യാതൊന്നും ആഗ്രഹിക്കാതെ. പിന്നെ നമ്മൾ ഒരു ഗണികൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, ഒരു പൂജാരിയുടെ അടുത്തും പോവില്ല. ഗണികൻ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പൂജാരിയുടെ അടുത്ത് പോകുന്നത്. ഇവിടെയാണ് നമ്മളൊരു സത്യസന്ധമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളത് പഠിക്കും. പക്ഷേ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പഠിപ്പ് എന്തായിരിക്കണം? നിഷ്കാമകർമ്മേ ഞാൻ ചെയ്യൂ, എന്നാൽ രക്ഷപ്പെട്ടു. അപ്പോൾ യാതൊന്നും ആഗ്രഹിക്കാതെ വർണ്ണാശ്രമകുലോചിതം. 25 വയസ്സ് വരെ ബ്രഹ്മചാരി വ്രതം വേണം, 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമം വേണം, 75 വയസ്സ് വരെ വാനപ്രസ്ഥം വേണം. അത് കഴിഞ്ഞാൽ മേപ്പൊട്ട് സന്യാസാശ്രമം വേണം. യാതൊന്നും ആഗ്രഹിക്കാതെ വർണ്ണാശ്രമകുലോചിതം കർമ്മങ്ങളാവതും തെറ്റാതെ അനുഷ്ഠിക്കണം ഉദ്ധവ. ഫലശ്രുതികൾ വേദങ്ങൾ വിധിച്ചുള്ളവയെങ്കിലും. എല്ലാറ്റിലും ഫലശ്രുതി പറയും. അതെന്തിനാ? മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാണ്ട് ഒരു പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം വായിച്ചാൽ 100 കന്യകമാരെ വിവാഹം ചെയ്തു കൊടുത്ത പുണ്യം കിട്ടുന്നോ, അല്ലെങ്കിൽ അശ്വമേധയാഗം ചെയ്ത പുണ്യം കിട്ടുന്നോ വിചാരിക്കണ്ട. അത് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാ. കഷായം കുടിക്കുന്ന കുട്ടിക്ക് ശർക്കര ആദ്യം കാണിച്ചു കൊടുക്കും, അതേപോലെ. അപ്പോൾ കർമ്മങ്ങളാപദം തെറ്റാതനുഷ്ഠിക്കണം ഉദ്ധവ.
ഫലശ്രുതികൾ വേദങ്ങൾ വിധിച്ചുള്ളവയെങ്കിലും സാധാരണക്കാണ് അവയിൽ മയങ്ങായകയെന്നോർപ്പവൻ. അപ്പോൾ ഫലശ്രുതിയിൽ നമ്മൾ മയങ്ങരുത് എന്ന് പറഞ്ഞാൽ ശിവനെ ആരാധിക്കുക. അതിനിപ്പോൾ 12,008 നാളികേരം എറിഞ്ഞോളെന്നോ 12 × 3 12,000 എറിഞ്ഞോളെന്നോ ഒന്നുമില്ല. അതൊക്കെ വരുമാനം ഉണ്ടാവാൻ ഉള്ള ഒരു കാര്യം എന്നല്ലാണ്ട് എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ യാതൊന്നും ഫലശ്രുതികൾ വേദങ്ങൾ വിധിച്ചുള്ളവയെങ്കിലും സാധാരണർക്ക് അവയിൽ മയങ്ങായകനെ ഓർപ്പവൻ. ഭഗവാനെ ഓർക്കുന്നവര് എന്ത് ചെയ്യരുത്? ഫലശ്രുതിയിൽ മയങ്ങരുത്. പറഞ്ഞു ചെയ്യാം. കർമ്മം ബന്ധകം ആവാത്ത വിധം ഭക്തി പുരസ്സരം. കർമ്മം ബന്ധാവാൻ പാടില്ല എന്നാണ്. കർമ്മം ബന്ധാവാൻ പാടില്ല. കർമ്മം ബന്ധകമാവാത്ത വിധം ഭക്തി പുരസരം ഈശ്വരാർപ്പണമായി തന്നെ ചെയ്തു ശീലിച്ചു കൊള്ളണം. അതിനാണ് ഇത് 6, 8, 10, 12 വയസ്സുകളിൽ പഠിക്കണമെന്ന് പറഞ്ഞത്. 60 വയസ്സിൽ സെൻട്രൽ ഗവൺമെൻറ് പെൻഷനും വാങ്ങിയിട്ട് ഞാൻ ഭാഗവതം പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ നടക്കില്ല മക്കളെ. അപ്പോൾ മടി കൊണ്ടും അവിശ്വാസം കൊണ്ടും കർമ്മങ്ങളാവിധം, മടി കൊണ്ടും ലേസിനെസ്, അവിശ്വാസം കൊണ്ടും കർമ്മങ്ങളാവിധം ചെയ്യായിൽ മുൻ ചെയ്തവൻ തൻ കറ നീങ്ങിടുവാൻ പണി. അതായത് കർമ്മങ്ങളാവിധം ചെയ്യുകയിൽ ഏത് വിധം? നിഷ്കാമമായിട്ടുള്ള കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ മുൻ ചെയ്തവൻ തൻ കറ നീങ്ങിടുവാൻ പണി. ആവിധം ചിത്തസംശുദ്ധിയാർ നേടുകിൽ അവനുടൻ ആഗ്രഹങ്ങളകറ്റിയിടാൻ വേണ്ടും വഴിയും ഓതിടാം. ആവിധം ചിത്തസംശുദ്ധി ആർന്നിടുകിൽ അവനുടൻ ആഗ്രഹങ്ങളകറ്റിയിടാൻ വേണ്ടും വഴിയും ഓതിടാം. എന്താത്? കുടുംബാദികളിൽ പിന്നെ മുഴുകും മൂഢബുദ്ധികൾ. കുടുംബാദികളിൽ പിന്നെ മുഴുകും മൂഢബുദ്ധികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുദ്ധി ഇല്ലാത്തവരെ 50 വയസ്സ് 25 മുതൽ 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവർ മൂഢന്മാരാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ ഗുരുവായൂർ പോയിട്ട് എന്താണ് പ്രാർത്ഥിക്കുക? മനസ്സിലായോ? അല്ലെങ്കിൽ തിരുപ്പതിയിൽ പോയിട്ടോ ശബരിമലയിൽ പോയിട്ടോ പഴനിമലയിൽ പോയിട്ടോ അല്ലെങ്കിൽ അവനവൻ്റെ നാടൻ ക്ഷേത്രങ്ങളിൽ പോയിട്ടോ. കുടുംബാദികൾ പിന്നെ മുഴുകും മൂഢബുദ്ധികൾ അതെല്ലാം സത്യമാണെന്ന് തെറ്റിദ്ധാരണ കാരണം. ഐ ആം വെരി സേഫ്. എന്താ? എനിക്ക് കിടന്ന ഉറക്കം വരും. ഞാൻ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നുള്ള ബോധം എനിക്കുണ്ട്. എൻ്റെ ഗുരുനാഥൻ എനിക്ക് ചെയ്തിട്ടുള്ളൊരു മാസ്മരികത. പൊന്നാര ചെറുക്ക, നീ ഇതിലൊന്നും പോയി കുടുങ്ങരുത് എന്നൊരു വാക്ക് പറഞ്ഞു എൻ്റെ അടുത്ത്. ഏതിൽ പോയി കുടുങ്ങരുത്? തൂശല കൊണ്ടുവരൂ, ഐശ്വര്യ പൂജ ചെയ്യൂ, എല്ലാം കുചേലിന് കിട്ടിയ കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയൂല. ഞാൻ നിശിതമായി വിമർശിക്കുകയും ചെയ്യും. കാരണം എന്താ? സത്യം ഇവിടെ കിടക്കുന്നത്. അതെല്ലാം സത്യമാണെന്ന് തെറ്റിദ്ധാരണ കാരണം എത്രയോ പാടുപെട്ടാലും ഒടുവിൽ ദുഃഖമാം ഫലം. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ദുഃഖിക്കരുത് എന്നൊരു താല്പര്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാചാലനാവണത്. പറഞ്ഞോ? എത്രയോ പാടുപെട്ടാലും ഒടുവിൽ ദുഃഖമാം ഫലം വീണ്ടും വീണ്ടും ഇതോർത്തിടൽ വിരക്തിക്കൊരുപായമാം. ഇത് ശരിക്കും ഓർത്ത് ജീവിക്കുന്നവന് വിരക്തി വരാൻ ഒരു ഉപായമാണ്. പക്ഷെ ഇപ്പം വിരക്തി ഇല്ല.
എന്താ കാരണം? കൊണ്ടുപോവാ ലക്ഷ്മണ, വില്ലും ശരവും. എന്നിട്ട് ശ്രീരാമൻ പറഞ്ഞു, എന്തിനെ? ഇവൻ എനിക്ക് വഴി തരാതെ കണ്ടിരുന്നില്ലേ, ഇവനെ ഞാൻ ചുട്ട് വെണ്ണീറാക്കും. അത് ചുടുവെള്ളമാക്കുന്നല്ല, ഞാൻ ഇവനെ ഭസ്മാക്കുന്നതാണുള്ളത്. സമുദ്രത്തിൽ വെള്ളം കാണില്ല, വെണ്ണീറേ കാണുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേഗം വരുണൻ വന്ന് റാൻ എന്ന് പറഞ്ഞ് കുമ്പിട്ടു എന്നാണ്. ഇതെത്രയോ പ്രാവശ്യം ആൾക്കാർ രാമായണം വായിക്കണവർക്ക് അറിയാം, പക്ഷേ അവരത് കണ്ടു കേട്ടു നടിക്കണില്ല. എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഈ നശ്വരങ്ങളായിരം നേടിയും ഫലം, അല്ലെങ്കിൽ ഈ നശ്വരങ്ങൾ സ്വയം നശിക്കുന്നവ എന്നർത്ഥം. അല്ലെങ്കിൽ ഈ നശ്വരങ്ങൾ 1000 നേടിയും ഫലം തെല്ലുമില്ല, അവയേക്കാളും ഒരേ ശാശ്വതമാം ഗുണം. ഇടിവെട്ടിയാൽ എർത്തിനുള്ള 5 പൈസ ഇല്ല ആൾക്കാരുടെ കയ്യിൽ, സമ്പാദ്യമില്ല. അവരാണ് പിന്നെ തോന്നിവാസം കാണിക്കുന്നത്. എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ നശ്വരങ്ങൾ 1000 നേടിയും ഫലം തെല്ലുമില്ല, അവയേക്കാളും ഒരേ ശാശ്വതമാം ഗുണം. സ്വപ്നത്തിൽ നാനാവിധമായി കാണും വസ്തുക്കൾ പോലെയും. ഈ ജീവിതം എങ്ങനെയാ? സ്വപ്നത്തിൽ നാനാവിധമായി കാണും വസ്തുക്കൾ പോലെയും, മനോരാജ്യങ്ങളിൽ പൊങ്ങിമാഞ്ഞിടുന്ന പോലെയും. മനോരാജ്യം എന്ന് പറഞ്ഞെന്താ? ഭവസാഗരങ്ങളെ സൃഷ്ടിക്കുന്ന മാതിരി തന്നെ മനോരാജ്യങ്ങൾ. കാമ്യങ്ങളാം പദാർത്ഥങ്ങളൊക്കെയും നിഷ്പ്രയോജനം. ഇനി എന്താ വേണ്ടത്? കാമ്യങ്ങളാം പദാർത്ഥങ്ങളൊക്കെയും നിഷ്പ്രയോജനം. കല്യാണം കഴിക്കണം തോന്നി, കല്യാണം കഴിച്ചു. പുരുഷൻ സ്ത്രീനെ കല്യാണം കഴിച്ചു. പുരുഷൻ്റെ സമയമായാൽ ഈ സ്ത്രീ വരുമോ കൂടെ? ഇല്ല. സ്ത്രീ പുരുഷനെ വിവാഹം കഴിച്ചു. സ്ത്രീക്ക് പോകേണ്ട സമയമായ ഈ പുരുഷന് പോകാൻ പറ്റുമോ കൂടെ? പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കാമ്യങ്ങളാം പദാർത്ഥങ്ങളൊക്കെയും ഇനി മക്കളുണ്ടായി, മരുമക്കളുണ്ടായി. ആലോചിക്കാൻ വയ്യേ? നല്ല രസമുള്ള കാര്യമാണ്, ആലോചിക്കാൻ നല്ല രസമാണ്. അപ്പോൾ കാൺമതും കേൾപ്പതും മറ്റും ഇന്ദ്രിയഗ്രാഹ്യമാകയാൽ, കാണുന്നതും കേൾക്കുന്നതും ഇന്ദ്രിയഗ്രാഹ്യമാകയാൽ അനാത്മകങ്ങൾ, ആത്മാവല്ല എന്നർത്ഥം, അനാത്മകങ്ങൾ, തുച്ഛങ്ങൾ, നശ്വരങ്ങളും ഓർക്കണം. നശ്വരങ്ങളാണ്, നശിക്കുന്നതാണോ ഒക്കെ. ഭക്തികാര്യങ്ങളാണെങ്കിൽ എമ്മട്ടും അത് ശാശ്വതം. രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ, അത് ശാശ്വത. എന്താ കാരണം? വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടപടാന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു നമുക്ക്. ഇപ്പോൾ ഞാൻ ഒന്നുമില്ലാത്ത സമയം ഒരു മാരുതി ഓമ്നി വാങ്ങി, 6 കൊല്ലം ഓടി, 1 ലക്ഷം രൂപയ്ക്ക് വിറ്റു. പിന്നെ 565 ഒരു എസ്റ്റീം വാങ്ങി, 9 മാസം ഓടി. എല്ലാം കൂടി ഒരു 240 നഷ്ടം. ബാങ്കിൽ അടച്ചതും വിറ്റേൻ്റെ ഡിഫറൻസും എല്ലാം കൂടിയിട്ട്. ഇപ്പം അത് 9 മാസമേ ഉണ്ടായുള്ളൂ. നാട്ടിൽ വന്ന ഒക്കെ കഴിഞ്ഞു വിചാരിച്ചതാ. അപ്പോൾ പിന്നെ ഒരു ആൾട്ടോ 800 വാങ്ങി. അതിപ്പോൾ 13 കൊല്ലം. ഈ ആഗസ്റ്റ് വന്നാൽ 13 കൊല്ലമായി ഉപയോഗിക്കണം. ഇപ്പോഴും 1.25 കിട്ടും. അത് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഈശ്വരഹിതം ഉണ്ടെങ്കിൽ, സംഗതി ചെറിയ വണ്ടികളാണെങ്കിലും 3 പുതിയ വണ്ടി ഞാൻ ഉപയോഗിച്ചു ജീവിതത്തിൽ. ഇനിയിപ്പോൾ മരിക്കണതിൻ്റെ മുമ്പ്
വാങ്ങില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഭഗവാൻ ആണല്ലോ എല്ലാറ്റിനും, അല്ലേ? അപ്പം എന്താ, ശാശ്വതമായ അനശ്വരമായ കാര്യങ്ങൾ മാത്രം ചെയ്യാം. അപ്പോൾ ഭഗവാൻ കൊണ്ടുപോയി തിന്നടോ പറയുന്നതാണ്. യു ഹാവ് ഇറ്റ്, ഫിനിഷ്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഭക്തി കാര്യങ്ങളാണെങ്കിൽ എമ്മട്ടും അതു ശാശ്വതം, അതിൽ ഈ ദോഷമില്ലെന്നും ആത്മാലംബനമാകയാൽ അതിൽ ഈ ദോഷമില്ല എന്നും. എന്താ, ആത്മലാഭാണ്. ആലംബം ആത്മാവാകയാൽ നിഷ്കാമകർമ്മമല്ലാതെ ചെയ്തിടായക എന്നും ഉത്തമൻ നിഷ്കാമകർമ്മം ചെയ്താൽ മതി. ഒന്നും കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യരുത്. ഐ ആം സോ ഹാപ്പി. എന്താ ഈ പ്രായമായിട്ട്, നമുക്കും പ്രായമായല്ലോ. 3200 പ്രഭാഷണങ്ങളുണ്ട് യൂട്യൂബിലേ. വേണമെങ്കിൽ കേട്ടാൽ മതിയെന്ന്. ആർക്കും ആവശ്യമുള്ളവർ കേട്ടോളൂ. ഭഗവാൻ നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ അതിങ്ങനെ കൂടാന്നല്ലാതെ അത് കുറയില്ല. 6 മാസം കൂടുമ്പോൾ ഓരോ DA കിട്ടും. ഇനി ആയുസ്സുണ്ട് ഒരു 4 കൊല്ലം കൂടി ഇരുന്നാൽ, ഞാൻ ഒരു ഉദാഹരണം പറയാം, 26 ആവുമ്പോഴും 8th പേ കമ്മീഷൻ വന്നാൽ എങ്ങനെയായാലും ചെറിയൊരു ജമ്പ് കിട്ടാതെ ഇരിക്കില്ല. ജമ്പിങ് അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഏതൊരു സമയത്താണ് ഞാൻ SSLC തോറ്റത്, ഞാനട്ട ഫസ്റ്റ് ക്ലാസ്സൊക്കെ വാങ്ങി വല്ല എൻജിനീയർ ആയിരുന്നെങ്കിൽ ഇത്ര സുഖം കിട്ടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇതിപ്പോൾ പട്ടാമ്പിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് എല്ലാവരും പറഞ്ഞത്. പക്ഷെ പട്ടാമ്പിക്ക് സൂക്കടില്ല എന്നുള്ള പട്ടാമ്പിക്കല്ലേ അറിയുള്ളൂ. ഐ ആം സോ ഹാപ്പി. അതോടാണ് പറയാൻ കാരണം. അതിൽ ഈ ദോഷമില്ലെന്നും ആത്മാലംബനമാകയാൽ നിഷ്കാമകർമ്മമല്ലാതെ ചെയ്തിടായെന്നും ഉത്തമൻ. പിന്നെ പറയണു, ഭക്തനു വിജ്ഞാനകാംക്ഷ വളർന്നീടിലതും വിടാം. ഭക്തന് വിജ്ഞാനകാംക്ഷ വളർന്നീടില്ലതും വിടാം. സത്യം, മൗനം, ബ്രഹ്മചര്യം, ആസ്തേയം, ശമം, ഈ വക യമങ്ങളെത്രയും ശ്രദ്ധാപൂർവം ശീലിച്ചു കൊള്ളണം. അങ്ങോട്ട് കയറി അഭിപ്രായമൊന്നും പറയാണ്ടിരിക്കുക ആരോടും. അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ആരെയും ബോധ്യപ്പെടുത്താനില്ല. അപ്പോൾ ഭക്തനു വിജ്ഞാനകാംക്ഷ വളർന്നീടില്ലതും വിടാം. സത്യം, മൗനം, ബ്രഹ്മചര്യം, ആസ്തേയം, ശമം, ഈ വക യമങ്ങളെത്രയും ശ്രദ്ധാപൂർവം ശീലിച്ചു കൊള്ളണം. തീർത്ഥസ്നാനം തുടർന്നുള്ള നിയമങ്ങളിൽ അത്രയും ഭക്തനാവുകിൽ നിർബന്ധം വയ്ക്കാനില്ല. അവയൊക്കെയാം ആസ്തിക്യാദികൾ മങ്ങാതെ സൂക്ഷിക്കും മൂടി മാത്രമാം. ആസ്തിക്യാദികൾ മങ്ങാതെ സൂക്ഷിക്കും മൂടി മാത്രമാം. എല്ലാറ്റിനും ഒരു മൂടി വേണമല്ലോ, അടപ്പ് വേണ്ടേ? എങ്കിലും ചെയ്യിൽ മറ്റുള്ളവർക്കു ഉത്സാഹമുളവായി വരും. ഇപ്പം നമുക്ക് ഇതാണ് പ്രതീക്ഷ. എന്താ? എങ്കിലും ചെയ്യിൽ മറ്റുള്ളവർക്ക് ഉത്സാഹമുളവായി വരും. എന്നാൽ പട്ടാമ്പി പോലെ അങ്ങോട്ട് ശ്രമിച്ചാലോ? തർക്കമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉത്സാഹമുളവായി വരും. ഭക്തിജ്ഞാനങ്ങൾ ഉൾത്തെങ്ങി എന്നാൽ നിയമമൊക്കെയും തന്നെത്താൻ വിട്ടുപോകും. തെങ്ങിൻ മടൽ എന്നതുപോലവേ. തെങ്ങിൻ്റെ മടൽ കുറേ കഴിഞ്ഞാൽ തെങ്ങിന്ന് വേറെ പോവത്, അതെടുത്ത് തീ കത്തിക്കാം, ഇല്ലേ? തെങ്ങിൻ്റെ മടൽ താഴത്തേക്ക് വീടുന്നുള്ളത് ഉറപ്പാ. ഉണങ്ങിയാലേ എന്നാൽ തെങ്ങ് ഉണങ്ങുണ്ടോ? ഇല്ല. ഇനി മനുഷ്യൻ നിഷ്കാമം ചെയ്താലും സകാമം ചെയ്താലും മനുഷ്യൻ തളരും. പക്ഷേ നിഷ്കാമം ചെയ്തവൻ പുനരഭിജനനം ഇല്ല അവന്. സകാമം ചെയ്തവനോ പിന്നെയും ഗർഭവാസം വേണം. ഗർഭവാസം വേണമെങ്കിൽ പിന്നെ ജന്തുവായി തീരണം. പിച്ചാ നടക്കണം, പിന്നെയും വീഴണം, എണീട്ട് നടക്കണം. എത്ര ആൾക്കാരുടെ ആട്ടും തുപ്പും, അല്ലേ? അതാണ് ഏറ്റവും വലിയ വിഷമം.
ചിലവർ നോക്കാണ്ട് വൃദ്ധാശ്രമത്തിൽ അല്ല ബാലാശ്രമത്തിലൊക്കെ കൊണ്ടാക്കിയെന്ന് വരും ഇല്ലേ. അപ്പോൾ എന്താ, തന്നെത്താൻ വിട്ടുപോം തെങ്ങിൻ മടലെന്നതുപോലവേ ദേവവ്രതൻ ധർമ്മജനോടൊരു ചെയ്വതു കേട്ടതാം. എന്താ പറഞ്ഞത്? ദേവവ്രതൻ ധർമ്മജനോടുര ചെയ്വതു കേട്ടതാം. അതായത് ഭീഷ്മര് നമ്മുടെ എഴുതി വയ്ക്കാം, ആർക്കെങ്കിലും ഉപകാരമാവട്ടെ. ഭീഷ്മര് എന്താ പറയുക, ധർമ്മപുത്രരോട് ദേവവ്രതൻ ധർമ്മജനോടുര ചെയ്വതു കേട്ടതാം. സത്സംഗാദികളാം ഈ മറ്റെഴും ഭാഗ്യമി എന്നവൻ. ദേവവ്രതൻ ഭീഷ്മാചാര്യൻ ഭാഗ്യവാനാണ്. അതിനേക്കാൾ ഭാഗ്യവാൻ ആര്? ധർമ്മപുത്രർ. സത്സംഗാദികളാൽ ഈ മറ്റെഴും ഭാഗ്യമി എന്നവൻ. വിഷയാശക അകന്നേറെ വിളങ്ങും ബ്രഹ്മനിഷ്ഠനെ. എന്നെ ഓർത്തോർത്തു ഞാനായി താൻ വിലസും ഗുരുനാഥനെ. അഹം ബ്രഹ്മാസ്മി എന്നാ പറഞ്ഞതേ. എന്നെ ഓർത്തോർത്ത് ഞാനായി താൻ വിലസും ഗുരുനാഥനെ സേവിക്കണം. അഹങ്കാരം ആകമാനം അകന്നിടാൻ. പുറം യോഗ്യത മാത്രം കണ്ടുള്ളം നോക്കാതെ കേവലം. പുറം യോഗ്യത നോക്കരുത്. ഇതൊന്നും സാറില്ല കേട്ടോ. ഇത് കേട്ടിട്ട് സാറ് കുഴക്കലുണ്ട് ചുവയ്ക്കലുണ്ടെന്നും പേടിക്കണ്ട, ഒരു പ്രശ്നമില്ല. ഇന്ന് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും ഒരു 25 മിനിറ്റായി, 22 മിനിറ്റായി. 2-3 മിനിറ്റും കൂടി ആയാൽ സംഭവം മഹാദേവ. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? ഇതൊരു നിയോഗം, അത്രയേ ഉള്ളൂ. എന്നെ ഓർത്തോർത്തു ഞാനായി താൻ വിലസും ഗുരുനാഥനെ സേവിക്കണം. അഹങ്കാരമാകമാനം അകന്നിടാൻ. പുറം യോഗ്യത മാത്രം കണ്ടുള്ളം നോക്കാതെ കേവലം പേരിനും മറ്റും ആകാംക്ഷ തിങ്ങി വിങ്ങിടും ആവിധം. പേരിനും പ്രസക്തിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്. യഥോ രാജാ തഥോ പ്രജ. ഭഗവാൻ എന്താ വിചാരിക്കണത്? ഭഗവാന്റെ ഹിതത്തിലാണ് നിന്ന് കൊടുക്കുക. പേരിനും മറ്റും ആകാംക്ഷ തിങ്ങി വിങ്ങിടും ആവിധം. വല്ലോരും തൻ്റെ ഗുരുവെന്നോർത്തു പോകിൽ അബദ്ധമാം. വല്ലോരും തൻ്റെ ഗുരുവെന്നോർത്തു പോകിൽ അബദ്ധമാം. ശിഷ്യനെഴും ലക്ഷണവും ഗുണവും കേൾക്കുകത്തിരി. എന്താണിത് സ്ഥിതി? കുറച്ച് കേട്ടോളൂ എന്നാണ് പറഞ്ഞത്. ആത്മോദ്ധാരണകാര്യത്തിൽ അളവറ്റുള്ളൊരാഗ്രഹം. ഇപ്പോൾ ഉദ്ധവരും കൃഷ്ണൻ്റെയും കാര്യമാണ് ഇവിടെ പറഞ്ഞതേ. ആത്മോദ്ധാരണം, ആത്മാവിനെ ഉദ്ധരിക്കുക. കാര്യത്തിൽ അളവറ്റുള്ളൊരാഗ്രഹം. ഇല്ലേ, തനിക്ക് നല്ലൊരാഗ്രഹമുണ്ട്. ഉദ്ധവരോട് പറയാം കൃഷ്ണനെ, വിഷയങ്ങളിൽ വൈരാഗ്യം ഇവയാം മുഖ്യ ലക്ഷണം. ഇതന്നെ എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത്. എടാ ചെറുക്കാ, നീ വെറുതെ പ്രൊഫഷണലായിട്ടൊന്നും പോണ്ട മോനെ. എനിക്ക് നിന്നോടുള്ള വാത്സല്യം കൊണ്ടാണ് ഞാൻ പറയണത്. പണത്തിൻ്റെ പിന്നാലെ പോണ്ട. ദക്ഷിണ കിട്ടാം, ദക്ഷിണ കിട്ടാണ്ടിരിക്കാം. ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് താൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് ലോകരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓ ശരി, പറഞ്ഞോ. വിഷയങ്ങളിൽ വൈരാഗ്യം ഇവയാം മുഖ്യ ലക്ഷണം. അഭിമാനം മകക്കാമ്പിൽ ഉളവാകരുതൽപ്പവും. എനിക്കെന്താ എനിക്കെന്താ കാശ് കയ്ക്കുമെന്ന് ചോദിക്കരുത്. അഭിമാനം മകക്കാമ്പിൽ ഉളവാകരുതൽപ്പവും. ലവലേശം തലനാരഴയ്ക്ക് അഭിമാനം തല പൊക്കരുത്. തന്നെ പോലൊരുവൻ നന്നാവതിൽ പാടില്ല മത്സരം. തന്നെ പോലൊരുവൻ നന്നാവതിൽ പാടില്ല മത്സരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പട്ടാമ്പിക്ക് തലയ്ക്ക് സുഖമില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഈ വേഷം കൂടി കെട്ടിക്കോളൂ, നിങ്ങൾ നന്നാവും.
അതാണ് പറഞ്ഞത്. തന്നെ പോലൊരുവൻ നന്നാവതിൽ പാടില്ല മത്സരം. ഒരാളെയും ദുഷിക്കായിക, ഒരാളേനും ദുഷിക്കായിക. ഗുണം കാൺകിൽ അസൂയയാൽ, അത് ആണ് ശരി. ഗുണം കണ്ടാൽ അസൂയ കൊണ്ട് ദോഷിക്കരുത്. തെറ്റ് കണ്ടാൽ പറയണം പട്ടാമ്പി, അടിച്ച് പറയണമെന്നാണ് എൻ്റെ ഗുരുനാഥൻ പറയുന്നത്. തെറ്റ് കണ്ടാൽ അടിച്ച് പറ, ഇല്ലെങ്കിൽ ഞാൻ അവിടുന്ന് കണ്ണൂരിട്ടെന്ന് പറഞ്ഞു അദ്ദേഹം, അതിലാണ് ഞാൻ വയ്ക്കില്ല. മനുഷ്യൻ്റെ മഹാശത്രുവാണിതോർക്കേണമേവനും, അവിടെ നിർത്തുക ഞാൻ. മനുഷ്യൻ്റെ മഹാശത്രുവാണിതോർക്കേണമേവനും. ഏത്? തെറ്റ് കണ്ട് ഗുണദോഷിക്കാണ്ട് പോയാൽ ആശ്രയദോഷം പറഞ്ഞിട്ടൊന്നുണ്ട്. തൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം ഇവനൊരു സാമാന്യ ബുദ്ധി കൊടുത്തിട്ട് ഇവനത് ഉപയോഗിച്ചില്ലല്ലോ എന്ന് പരിതപിക്കുന്നതിനേക്കാൾ നല്ലത്. ഗ്രന്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത് ഞാൻ മനസ്സിലാക്കി, അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കണു, നിങ്ങൾ രക്ഷപ്പെടും എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. ലോക സമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഉത്തരവാദിത്തോടു കൂടിയിട്ടുള്ള പ്രാർത്ഥന. ഭഗവാന്റെ വിഭൂതികൾ ഏവർക്കും മംഗളകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ത്രാണിയെ തരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.